ഇന്നത്തെ ശിക്ഷാവിധിയിൽ പി മോഹന്റെ ഫോൺ കോളുകൾ, ഫോൺ റേഞ്ച് വന്ന കാര്യമൊക്കെ കോടതി വിധിയിൽ തന്നെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അപ്പീൽ പോകുമ്പോൾ പി മോഹനൻ പ്രതി ചേർക്കപ്പെടും എന്നെങ്ങനെയാണ് കരുതാൻ കഴിയും? എന്തുകൊണ്ടാണ് പി മോഹനന്റെ അറിവില്ലാതെ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല എന്നിപ്പോഴും രമ ഉറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് രമ? പി മോഹനൻ മാത്രമല്ല, CPMന്റെ സംസ്ഥാന നേതൃത്വവും കൂടി അറിയാതെ ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കില്ല. ഒരു 100% ഉറപ്പാണ്. കാരണം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു പി മോഹനൻ. ആ ജില്ലാ സെക്രട്ടറി ഏരിയ കമ്മിറ്റിയിലെ 2 ഏരിയ കമ്മിറ്റികൾ പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങൾ നടത്താൻ ജില്ലാ നേതൃത്വത്തിൻ്റെ സമ്മതമില്ലാതെ CPMന്റെ സംഘടനാ സംവിധാനം വെച്ചിട്ട് അത് നടത്താൻ സാധിക്കില്ല. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മോഹനനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞനന്തൻ മോഹനെ ഫോൺ ചെയ്ത് ഇത് പാർട്ടി തീരുമാനമാണോ എന്ന് ചോദിച്ച് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് തീരുമാനമാണ്, നടപ്പാക്കണം എന്ന് തന്നെ മോഹനൻ പറഞ്ഞിട്ട്. പക്ഷേ തെളിയിക്കാൻ ഇപ്പോഴത്തെ കോടതി തെളിവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ തെളിവുകളുണ്ട്. ആ തെളിവ് ഞങ്ങൾ മേൽക്കോടതിയിൽ കൊടുക്കും. അതുകൊണ്ട് മോഹനൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ രജീഷ് എന്ന് പറയുന്ന ആൾ അന്തർ സംസ്ഥാന കുറ്റവാളിയാണ്. ഏറ്റവും ഒടുവിൽ എന്തോ ബാംഗ്ലൂരിൽ നിന്ന് ആയുധക്കടത്തെന്തോണ് അയാളുടെ വില അവിടുന്ന് പോലീസ് വന്ന് ഇവിടെ ചോദ്യം ചെയ്ത് പോയ വാർത്തയ്ക്ക് അടുത്ത് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അന്തർ സംസ്ഥാന കുറ്റവാളി, ഈ പറയുന്ന ഓരോരോ കുറ്റവാളികൾ ഓരോരോ സ്ഥലത്തുള്ളവരെയൊക്കെ തടുത്തുകൂട്ടി ഒരു കുറ്റകൃത്യത്തിൽ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെയൊന്നും TP ചന്ദ്രശേഖരൻ അറിയുക പോലുമില്ല. TPയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യ ഉദ്ദേശം ഉണ്ടാകും ഒരു കാര്യം ഈ ഗുണ്ടാപ്പടക്കില്ല. അപ്പോൾ ആ ഏകോപനം ഉണ്ടാവാൻ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇന്ന് കോടതി വിധിയിൽ KK കൃഷ്ണൻ ഒക്കെ കൂടിയ ഒരു സമീറ കോട്ടയത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. KK രമ, ഇപ്പോഴും ഗൂഢാലോചന, അതിൻ്റെ ഗൂഢാലോചന സൈഡ് അന്വേഷണം വേണ്ട രീതിയിൽ കടന്നു ചെല്ലാത്ത ഒരു ഇരുണ്ടറയായി തുടരുന്നുണ്ടോ ഇപ്പോഴും? അതെ, തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് ഗൂഢാലോചന എന്ന് പറയുന്നത് ഗൂഢമായി ആലോചിക്കുന്നതാണല്ലോ. പലപ്പോഴും അതിന് തെളിയിക്കപ്പെടുക, കോടതിക്ക് തെളിവുകളാണ് ആവശ്യം. കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി ഒരു കാര്യം സത്യമായിരിക്കാം, സത്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, ഇത് ശരിയാണെന്ന് കോടതിക്കറിയാം. പക്ഷേ കോടതിക്ക് ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ, കാരണം കോടതി അങ്ങനെയാണല്ലോ, നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് പരമാവധി ഒരു പ്രതിയെ എങ്ങനെ രക്ഷപ്പെടുത്താം കഴിയുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് ആ തരത്തിൽ തന്നെയാണ്. ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ ആ പഴുത് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രതി രക്ഷപ്പെടും, അവരെ ശിക്ഷിക്കില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ കോടതി പ്രതികളെ ശിക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ തെളിവ് ഒരുപക്ഷെ കോടതിക്ക് മതിയായ തെളിവായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, അതായിരിക്കാം. പക്ഷേ തെളിവില്ലാത്തത്, കാരണം ഇത് തെളിയിക്കുക എളുപ്പമല്ല. നമുക്കതുകൊണ്ടാണ് പല കേസുകളും ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്ര കേസുകളുണ്ട്. വാളയാറിലെ പെൺകുട്ടികളുടെ കൊലപാതകം, ഇപ്പോൾ ഏറ്റവും അവസാനം വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞ് കൊല ചെയ്യപ്പെട്ടത് ഒക്കെ, അവിടെയൊക്കെ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു പക്ഷേ പ്രോസിക്യൂഷൻ്റെ പരാജയം, ആ കേസ് അന്വേഷിച്ച ആളുകളുടെ പരാജയം, ഇതൊക്കെ അതിനകത്ത് കാരണമായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ വലിയ ഭാഗ്യമുണ്ടായി എന്നതാണ്. ഒരു ശക്തമായ അന്വേഷണ സംഘമുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടി അതിസാഹസികമായിട്ടാണ് പല പ്രതികളെയും മുടക്കോഴി മലയിൽ പോയിട്ട് പോലും പിടിച്ചുകൊണ്ടുവരാൻ DYSP ഷൗക്കത്ത് അലിയും അതുപോലെ തന്നെ ജോസി ചെറിയാനും സന്തോഷ് DYSPയും ഒക്കെ കാണിച്ച, ബെന്നി DYSP ഒക്കെ കാണിച്ച അവരുടെ ധീരതയുണ്ടല്ലോ. അവർ ജീവൻ പണയം വെച്ചിട്ടാണ് ആ പ്രവർത്തനം അവർ നടത്തിയത്. എത്ര ഭീഷണി ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്നത്തെ സമയം നമ്മൾ ചർച്ച ചെയ്തല്ലേ, അവരുടെ ഭാര്യമാരെ, അവരുടെ മക്കളെ, അവരുടെ കുടുംബത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതാണ് ഒരു സംവിധാനം, ഒരു ഭരണ സംവിധാനവും അധികാര കേന്ദ്രങ്ങളും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു പക്ഷേ അന്ന് UDF ഭരണമായിരുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ഈ പ്രതികൾ പുറത്തു വരില്ല. അത്തരത്തിലൊരു ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം അന്നുണ്ടായതുകൊണ്ടുകൂടിയാണ് ഈ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് ധീരമായിട്ടുള്ള അവരുടെ ഇടപെടൽ കൂടി കുട്ടിയാണ് ഈ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചത് എന്നതാണ്. അത് പക്ഷെങ്കിൽ അവിടെ കോടതിക്ക് 3 മാസം കൊണ്ട് ഈ കുറ്റപത്രം സമർപ്പിക്കേണ്ടിയിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് അന്ന് അന്വേഷണ സംഘത്തിന് പോകാനും കൂടി സാധിച്ചിരുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഓർമ്മയുണ്ട്. ഗൂഢാലോചന സൈഡിലെ കൂടുതൽ അന്വേഷണം വരും, കോടതി ഇടപെടൽ പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം.